നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, കല്യാണവർമാവിൻ്റെ സാരാവലിയിലെ 17ാമത്തെ അധ്യായത്തിലെ ചതുർഗ്രഹ യോഗ നിരൂപണമാണ് നാം നിർവഹിക്കുന്നത്. ഇവിടെ ചതുർഗ്രഹ യോഗത്തിൽ വരുന്ന ഗ്രഹങ്ങൾ 2 ശുഭഗ്രഹങ്ങളും 2 പാപഗ്രഹങ്ങളുമാകുന്നു. ശുഭഗ്രഹങ്ങൾ ചന്ദ്രനും ശുക്രനുമാകുന്നു, പാപഗ്രഹങ്ങൾ ചൊവ്വയും ശനിയുമാകുന്നു. ഈ യോഗത്തിൽ ജനിച്ച വ്യക്തിയുടെ സ്വഭാവം എപ്രകാരമാണെന്ന് കല്യാണവർമാവ് ഇവിടെ വിവരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ ഈ ശ്ലോകം ശ്രദ്ധിക്കുക. കുലടാപതി പ്രഗത്ഭോ സർപ്പാക്ഷ നിത്യമേവോദ്വേഗ ജാതപുരുഷോവശ്യം കുജേന്ദു യമ ഭാർഗവൈ സഹിത. കുജ യമ ഇന്ദു. കുജൻ ആരാണ്? ചൊവ്വ. യമൻ ആരാണ്? ശനി. ഇന്ദു ചന്ദ്രൻ. ഭാർഗവേഹി ഭൃഗോഹോ അപത്യമ്പുമാൻ ഭാർഗവ ശുക്രൻ. ഏതേഹി സഹിതേഹി. ഇവരോടൊക്കെ കൂടി നിൽക്കുന്ന വ്യക്തി ഇപ്രകാരം സ്വഭാവമുള്ളായിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങളാണ് ഇവിടെ പറയുന്നത്. കുലടാപതി ആകും. കുലട എന്നാൽ ജ്യോതിഷത്തിൽ സംസ്കൃതത്തിൽ കുലാത് കുലം പ്രതി അടതി ഇതി കുലട. ഒരു കുലത്തിൽ നിന്നും മറ്റൊരു കുലത്തിലേക്ക് പോകുന്നവൾ, വേശ്യാവൃത്തി എന്ന അർത്ഥമാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേശ്യ സ്ത്രീയുടെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകാമെന്നർത്ഥം. പ്രഗത്ഭ, ഇദ്ദേഹം വളരെ പ്രാഗൽഭ്യത്തോടു കൂടിയുള്ള വ്യക്തിയാണ്. സർപ്പാക്ഷ, ഇദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സർപ്പത്തിൻ്റെ കണ്ണുകളാണ്. സർപ്പസ്യ അക്ഷിണി ഇവ അക്ഷിണി യസ്യ സഹ. ആർക്കാണ് സർപ്പത്തിൻ്റെ കണ്ണുകളുള്ളത്? അദ്ദേഹത്തിന് നമ്മൾ സർപ്പാക്ഷൻ എന്ന് പറയും. താമരയുടെ കണ്ണുകളുള്ള വ്യക്തി കമലാക്ഷനാണ്, പങ്കജാക്ഷനാണ്. പക്ഷേ സർപ്പത്തിൻ്റെ കണ്ണുകളുള്ള ആ രൂപമുള്ള കണ്ണുകൾക്ക് രൂപമുള്ള വ്യക്തി സർപ്പാക്ഷൻ എന്ന് പറയുന്നു. നിത്യമേവ ഉദ്വേഗ, ഈ വ്യക്തിക്ക് എപ്പോഴും ഉദ്വേഗം വളരെ കൂടുതലായിരിക്കും, ഉദ്വേഗിയായിരിക്കും. എപ്പോഴും അദ്ദേഹം ടെൻഷൻ വളരെ കൂടിയ വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളിലും ഓവറായ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന വ്യക്തിയാണെന്നർത്ഥം. ഇപ്രകാരമുള്ള മനുഷ്യനാണ് ഈ ചതുർഗ്രഹ യോഗത്തിൽ ആചാര്യൻ വിവരിച്ചിരിക്കുന്നത്. നമസ്തേ.